ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മളോടൊപ്പം പാട്ട് പാടുന്നതിന് വേണ്ടി ലുധിയാനയിൽ നിന്ന് പാസ്റ്റർ സണ്ണി ജോൺ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദേവദാസിനെ പാട്ട് പാടുന്നതിന് വേണ്ടി ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. ദേവദാസൻ ലുധിയാനയിൽ ഓപ്പറേഷൻ അഗാപ്പയുടെ ചിൽഡ്രൻ മിനിസ്ട്രിയിലെ കോർഡിനേറ്ററായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുൻപേയും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് പാട്ടുകളൊക്കെയും പാടിയിട്ടുണ്ട്. ദേവദാസിന്റെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇന്ന് ദേവദാസിനെ പാട്ട് പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്റെ ശബ്ദം ശരിയാണല്ലോ സാറേ? ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്നതായ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ ജോർജ് സാറ് കുടുംബം, ബാക്കി മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയ കർത്തദാസൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് പഞ്ചാബിലായിരിക്കുന്നു, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അടിയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു കൈപ്പത്തിയോളം മേഘം നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊരു വലിയ മഴയ്ക്കായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പഴയ പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും ചേർന്ന പാട്ട്, നമ്മളെല്ലാവരും അറിയുന്ന പാട്ട് തന്നെയാണ്. ഞാൻ പാടും ഈ നാളിനി മോതാൽ, കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ. കർത്താവിന് നിണം ചൊരിഞ്ഞ് നമ്മളെ വിലയ്ക്ക് വാങ്ങി വിവിധ സ്ഥലങ്ങളിലാക്കി തീർത്തു. നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ പാടും ഈ നാളിനി മോതാൽ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ഞാൻ പാടും ഈ നാളിനി മോതാൽ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീരമോ അല്ല മറുവിലയാ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയാ, എൻ പേർക്കു യാഗമായി തീർന്നവനാം, എൻ പേർക്കു യാഗമായി തീർന്നവനാം, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ, വൻപീഡയായി വലഞ്ഞിടുന്ന, അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ, വൻപീഡയാൽ വലഞ്ഞിടുന്ന, എന്നേശു മാർവതില്ലാശ്വാസം, എന്നേശു മാർവതില്ലാശ്വാസം, കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്, കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്, ഞാൻ പാടും ഈ നാളിനി മോദാൻ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, കുരിശും ചുമലേന്തിയ നാഥനെ, യെരൂശലേം വഴി പോയവനെ, കുരിശും ചുമലേന്തിയ നാഥനെ, യെരൂശലേം വഴി പോയവനെ, കുരിശിൽ ചിന്തിയ ചോരയാൽ, കുരിശിൽ ചിന്തിയ
ജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാദാരുക കൃപ. ഞാൻ ജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാദാരുക കൃപ. ഞാൻ പാടുമിതാ ഇനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ തിരുവാഗ്ദത്തമാത്മമാരിയ എന്നെ നനയ്ക്കണമേ കൃപയാൽ. തിരുവാഗ്ദത്തമാത്മമാരിയാൽ എന്നെ നനയ്ക്കണമേ കൃപയാൽ. നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ. സർവഖിന്നതയാകെ അകന്നു വിണ്ണി അങ്ങു ചേർന്നിടുവാൻ. സർവഖിന്നതയാകെ അകന്നു വിണ്ണി അങ്ങു ചേർന്നിടുവാൻ. ഞാൻ പാടുമി നാളിനി മോവേ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. തിരുവാഗ്ദത്തമാത്മമാരിയാൽ എന്നെ നനയ്ക്കണമേ കൃപയാൽ. തിരുവാഗ്ദത്തമാത്മമാരിയാൽ എന്നെ നനയ്ക്കണമേ കൃപയാൽ. നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ. സർവഖിന്നതയാകെ അകന്നു വിണ്ണി അങ്ങു ചേർന്നിടുവാൻ. സർവഖിന്നതയാകെ അകന്നു വിണ്ണി അങ്ങു ചേർന്നിടുവാൻ. ഞാൻ പാടുമി നാളിനി ഓ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ പാടുന്ന അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവവും എല്ലാറ്റിനും. നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ. നീ എന്റെ സർവവും എല്ലാറ്റിനും. നീ എന്റെ സർവവും എനിക്കുള്ളവൻ. നീ എന്റെ സർവവും എല്ലാറ്റിനും. നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ. നീ എന്റെ സർവവും എല്ലാറ്റിനും. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ
കരങ്ങളെ ഉയർത്തി. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമായി. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. യേശു ക്രിസ്തു മാധുര്യവാൻ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമ്മളെ രുചിച്ചു നോക്കുവാനുള്ള കൃപ തന്നല്ലോ. നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവമേ, അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. റിബദ ഖംബല റബല ബഷിയ റബല ബൗദാരബ ശഖരി ബറബല ബൗഷിയ റബല ബൗദാരബ. നാഥ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തിരുനിണച്ചൊരിഞ്ഞ് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത ദയക്കായി മഹത്വത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യും. ഞങ്ങളെ കർത്താവേ ഉറപ്പുള്ള ഭാരമേൽ നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് തന്നതിനായി സ്തോത്രം. ദൈവമേ, അങ്ങേ രുചിച്ചറിവാൻ, തേനിലും മധുരമായ അങ്ങേ രുചിച്ചറിവാനുള്ള കൃപ തന്നതിനായി നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ആരാധന മഹത്വം തിരുമേനിയുടെ പാദപിടുത്തങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്നതാഥ. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരാധിക്കുവാൻ കൃപ തന്നതിനായി നന്ദി. ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവജനം ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിന്റെ വലിയ കൃപ തിരുവാഗ്ദത്തമാത്മമാരിയാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ ആമേൻ. ആമേൻ. താങ്ക് യു സണ്ണി പാസ്റ്ററെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെയും പാടി ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. അതെ, തേനിലും മധുരമാണ്. ഹല്ലേലൂയ. യേശുവിനെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ആ അനുഭവം ഹല്ലേലൂയ ഉള്ളിൽ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. മധുരമായ യേശുവിനെ ഹല്ലേലൂയ ഒന്നിന്ന് രാത്രിയാം നമുക്ക് വാഴ്ത്തുവാൻ, പാടുവാൻ ദൈവം അവസരത്തെ തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം അർപ്പിക്കുകയാണ്. വീണ്ടും ദൈവം ദാസിനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയാമം ദൈവവചനമായി നമ്മുടെ മുൻപിൽ കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ കോശിയാണ്. ഇന്ന് രാത്രിയാമം നമ്മളോടൊപ്പം ദൈവത്തിന്റെ വചനത്തെ ഷെയർ ചെയ്യുന്നത്. കർത്താവിന്റെ ദാസൻ ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ പഞ്ചാബ് റീജന്റെ പ്രസിഡന്റായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം IPC ഹെബ്രോൺ ചർച്ച് ലുധിയാനയിലുള്ള ചർച്ചിൻ്റെതായ പാസ്റ്ററായിട്ടും ദൈവം സേവനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും അതേ സഭയിൽ കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങൾ ഇന്ത്യയിലായിരുന്നപ്പോൾ, ലുധിയാനയിലായിരുന്നപ്പോൾ അതേ സഭയിൽ അംഗങ്ങളായി ഞങ്ങൾക്ക് ആ സഭയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹപ്പെട്ട ശുശ്രൂഷകളൊക്കെയും കർത്താവിന്റെ ദാസനിൽ നിന്ന് കർത്താവ് ഞങ്ങൾ അനുഭവിച്ചതാണ്. വീണ്ടും ഇന്ന് രാത്രിയാമം കർത്താവിന്റെ ദാസനിൽ നിന്ന് വചനങ്ങൾ ശ്രവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി, അതോടൊപ്പം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയാമ ദാസനെ ശക്തമായി ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷക്കായി ക്ഷണിക്കുന്നു. Praise the Lord. Praise the Lord, Pastor. Hallelujah. Amen. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പമായിട്ട് അല്പസമയം ചെലവഴിപ്പാൻ കർത്താവ് നൽകി തന്ന പ്രിയപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഉള്ളതായ ഈ പ്രയർ മീറ്റിംഗില് സംബന്ധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രിയ ജോലി സിസ്റ്റർ ഇന്നലെ സംസാരിച്ചു. അതിനുവേണ്ടി ഞാൻ ഒരുക്കത്തോടുകൂടെ ഇരുന്നു. സമയത്തിന്റെ അല്പമായിട്ടുള്ളതായ വ്യത്യാസം വന്നതിൽ തന്നെയും എനിക്ക് കുറച്ചുകൂടെ വചനം ധ്യാനിക്കുവാനുള്ളതായ സമയം അതുകൊണ്ട് എനിക്ക് ലഭിച്ചു. സകല സാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ടൈമിന്റെ അല്പം വ്യത്യാസം മനസ്സിലാക്കാത്ത കൊണ്ട് ഇടയായി തീർന്നത്. എങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഇവിടെ രാവിലെ സമയമാണല്ലോ, നിങ്ങൾക്കൊക്കെ സന്ധ്യാസമയമാണ്. നിങ്ങളോടൊപ്പമായി അല്പസമയം ചെലവഴിപ്പാൻ കർത്താവ് നൽകി തന്ന വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രോസിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്നതായ ദൈവസഭയുടെ ഉദാഹരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥതയോടെ സമയത്തെ ചെലവഴിക്കാനായ നിങ്ങളുടെ ത്യാഗപരമായിട്ടുള്ളതായ സമർപ്പണത്തെ ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളോടുള്ളതായ നന്ദി നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അറിയിക്കുന്നതിൽ എനിക്ക് അധികമായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ
അതേ പ്രോസിക്യൂഷൻ വളരെ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയുടെ ആ ബലം മാത്രമാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത്. കർത്താവിന്റെ കൃപയാൽ പ്രിയ ജോർജ് സാറ് പറഞ്ഞതുപോലെ കുടുംബമായിട്ട് അവര് ഈ ലുധിയാനയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തില് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയായി ഞങ്ങൾക്കൊരു കുടുംബ ബന്ധം സഭാബന്ധത്തെക്കാൾ കൂടുതൽ കർത്താവ് നൽകി തന്നു. അവര് കൂടെ ദൈവത്തിന്റെ ഒരു സമയമായപ്പോൾ യുഎസിലേക്ക് കടന്നുപോയി. കർത്താവ് വിവിധ രീതികളിൽ അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പേഴ്സണലായിട്ട് എനിക്ക് അറിയത്തില്ലെങ്കിൽ തന്നെയും കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഒരു ഭവനത്തിന്റെ അംഗങ്ങളാണല്ലോ. ഇന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാതൊക്കെ വേണം. അത് ഉപയോഗിച്ചതായ പക്ഷെ സന്നി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ഞങ്ങൾക്ക് പട്ടണത്തില് വിവിധ നിലകളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാന് കർത്താവ് ഭാഗ്യം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ കൃപയാല് കഴിഞ്ഞ 44 വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഒരു ക്രോസ് കൾച്ചറൽ മിഷണറി ആയിട്ട് കടന്നുവരുവാനും ചെറുപ്രായം മുതൽ ഈ കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന, നോർത്ത് വെസ്റ്റ് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻ ആളുകളുടെ ഇടയിൽ മാത്രം, നമുക്ക് മലയാളികളുടെ ഇടയിൽ വർക്കുകൾ ഒന്നും തന്നെയില്ല, നോർത്ത് ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ മാത്രം കർത്താവിന് വേല ചെയ്യുവാനും നൂറുകണക്കിന് സഭകൾ സ്ഥാപിക്കുവാനും അനേക ആത്മാക്കളെ നേടുവാനും ഒക്കെ പാവപ്പെട്ടവരായ ഞങ്ങൾക്കൊക്കെ കർത്താവ് ഭാഗ്യം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആദ്യ സമയങ്ങളിലൊക്കെ മറ്റു രീതിയിലുള്ളതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വേലയില് ആദ്യ കാലങ്ങളിലൊക്കെ ആയിരുന്നത്. ആ സമയങ്ങളിലൊക്കെയും പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, ചില മേഖലകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അങ്ങനെയുള്ളതായ പ്രോസിക്യൂഷൻ അല്ല, വളരെ വളരെ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടെയാണ് നമ്മുടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശേഷാൽ അനേക യുവദാസന്മാർ ഞങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരും അതുപോലെ പല ഗ്രൂപ്പുകളിലൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ അത് ഉപദ്രവിക്കുകയും ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാതൊരുവിധമായ മുന്നറിയിപ്പും കൂടാതെ വണ്ണം അവിടേക്ക് കടന്നു ചെല്ലുകയും ആരാധനയ്ക്കിടയിൽ കയറി ചെല്ലുകയും ക്രൂരമായി മർദ്ദിക്കുകയും അവിടെയുള്ളതായ സകല സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നതായ ഒരു സംഭവമാണ് ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ളതായ കാര്യമാണ് കാണുന്നത്. അവര് വെളിലോകത്തിൽ ഷോ ചെയ്യുന്നത് ഇന്നലെ തന്നെയാണെങ്കിലും ഈസ്റ്റർ ദിവസം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളതായ ആളുകൾ ചർച്ചകളിലൊക്കെ പോവുകയും അവരുടെ പ്രവർത്തകരെയൊക്കെയും ഓരോ വീടുകളിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിലൊക്കെ വിടുകയും ഒക്കെ ചെയ്ത് ഒരു പുകമറ സൃഷ്ടിക്കുന്നുവെങ്കിലും അതിന്റെ ഉള്ളിൽ അവരുടെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ആ അജണ്ടകൾ അവര് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടമായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അത് മറ്റുള്ളതായ വിശ്വാസത്തെയും വിഗ്രഹാരാധനയെയും മൂർത്തി പൂജകളെയൊക്കെ വിട്ടതിന് ശേഷമായിട്ട് അത് കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് എന്റെ കാരണത്താല് അവർക്ക് ഒരു പ്രകാരത്തിലും മടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നാച്ചുറലായിട്ട് ചിന്തിക്കുമ്പോൾ അവര് അങ്ങനെയുള്ള ഒരു പ്രതികൂലം നമ്മുടെ മേലെ അയച്ചുവിടുന്നത് യാതൊരു വിധത്തിൽ കുറ്റമാണെന്ന് തോന്നാൻ കൊണ്ടും കഴിയത്തില്ല. എന്നാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ വിവിധ ജാതികളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുമായിട്ടുള്ളതായ ആളുകള് കർത്താവിന്റെ രാജ്യത്തിന്റെ അംശങ്ങളെത്തിയിട്ടുണ്ട്. ആ ഒരു ദൈവത്തിന്റെ അരുളപ്പാട് രാജ്ഞ തീർച്ചയായിട്ടും നിറവേറ്റപ്പെടേണ്ടതായിട്ടുള്ളത് കൊണ്ട് ജനങ്ങൾ കൂട്ടമായിട്ട് കടന്നു വരുന്നു. ഞങ്ങള് പഞ്ചാബിന്റെ ഞാൻ കൂടുതൽ സമയം സഖ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവജനത്തിൽ നിന്നും അല്പ കാര്യങ്ങൾ ഓർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് 2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങള് വിശേഷാൽ പാർത്ത് വേല ചെയ്യുന്നതായ കുടുംബത്തിനവർക്ക് നന്നായിട്ട് അറിയാം. കൂടുതലായിട്ടുള്ളതായി നമ്മുടെ വിശ്വാസികള് സിഖ് സമുദായത്തിൽ നിന്നും കടന്നു വരുന്നതായ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ പണ്ടുള്ള കാലത്തെക്കാളും കൂടുതലായിട്ട് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ഹൈകാസ്റ്റ് ഹിന്ദു ഫാമിലികളിൽ നിന്നൊക്കെ ധാരാളം പേര്
ഈ നാളുകളിലായിട്ട് കർത്താവിന്റെ മേലുള്ളത്. അതെ അത് രക്ഷിക്കപ്പെട്ട് നമ്മുടെ വിവിധ സഭകളിൽ, ഇവിടെയുള്ള എല്ലാ സഭകളിലും, അത് ഗ്രൂപ്പൊന്നുമില്ല, എല്ലാ സഭകളിലും, ഓർഗനൈസ്ഡ് ചർച്ചുകളിലും അൺഓർഗനൈസ്ഡ് ചർച്ചുകളിലും ന്യൂജൻ ചർച്ചുകളിലും ഒക്കെയായി വളരെ കൂട്ടമായിട്ട് ആളുകൾ കടന്നു വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ വിശേഷാൽ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. എല്ലാവർക്കും അറിയാം, അമൃത്പാൽ എന്ന് പറയുന്ന ഒരു സിഖ് വ്യക്തി പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി ശക്തമായ രീതിയിൽ മുൻപോട്ട് കടന്നു വന്നു. ആ സമയങ്ങളിലൊക്കെ വളരെ പരിഭ്രാന്തി ഉണ്ടായി. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു നിലപാട് വരെയും വന്നു. എന്നാൽ നമുക്കെല്ലാം അറിയാം, ക്രിസ്ത്യാനികളായിരിക്കുന്ന വിശേഷാല് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ചില ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ അതിനെ ചേസ് ചെയ്യുവാനും അതിനെതിരായിട്ട് പല അജിറ്റേഷൻസും ഒക്കെ നടത്തി. എന്നാൽ ദൈവമക്കൾ ആരും തന്നെ, ഞങ്ങൾ ലീഡർഷിപ്പിൽ നിൽക്കുന്ന എല്ലാവരും മറ്റ് സഭകളെ ഞങ്ങൾ ഉത്സാഹിപ്പിച്ചു. ആരും തന്നെ റോഡിൽ ഇറങ്ങുകയോ പ്രതിഷേധിക്കുകയോ മറ്റൊന്നും ചെയ്യല്ല. നമ്മൾ റൂമിൽ ഇരുന്നോട് പ്രാർത്ഥിക്കുക, നമ്മൾ ആ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ അവരോട് എതിർക്കുവാൻ പോകാതെ അവരുടെ ഇടയിലുള്ള ആളുകൾ തന്നെ അവരെതിരായിട്ട് വരികയും ഇപ്പോൾ അവരൊരു പിടിവിട്ട പുള്ളിയായിട്ട് അദ്ദേഹം ഓടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കുക. നമുക്ക് അങ്ങനെയുള്ള ആളുകളോട് എതിർക്കുവാനുള്ള ശക്തി നമ്മുടെ കയ്യിലില്ല, ആയുധങ്ങൾ നമ്മുടെ കയ്യിലില്ല. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനയാകുന്ന ആ വെപ്പൺ നമ്മുടെ കയ്യിൽ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ യൂസ് ചെയ്യുക. കർത്താവിന്റെ പ്രവർത്തനം ഒരിക്കലും നിന്നു പോകത്തില്ല. നിങ്ങൾ ഈ പ്രദേശങ്ങളിലുള്ള പ്രാർത്ഥന അത് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാം അനേക ഗ്രൂപ്പുകൾ എന്നെയും പ്രാർത്ഥനയ്ക്കായിട്ട് US നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എത്രയോ ആത്മാർത്ഥതയോടുകൂടെ ഈ രാജ്യത്തല്ല നിങ്ങൾ താമസിക്കുന്നെങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്തോടുള്ളതായ ആ വലിയ ഒരു നിങ്ങൾക്കുള്ളതായ ഒരു ബേർഡന് അതിനെ ഞാൻ നന്നായി പ്രശംസിക്കുന്നു. ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയുടെയും സഹകരണത്തിന്റെയും ഫലമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലെയും ഇന്ത്യയിലുള്ളതായ എല്ലാ സ്റ്റേറ്റുകളിലെയും പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ്. ഏലിയാവ് പിന്നെ ഒരിക്കൽ വളരെ നിരാശനായിട്ട് കർത്താവിന് വേണ്ടി, യഹോവയായ ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചതായ ഏലിയാവിന് ഒരിക്കൽ തോന്നി, ഞാൻ കഷ്ടതയുടെ ഏറ്റവും വലിയ തീച്ചുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തനിയാണ്. നമുക്കെല്ലാം പ്രാർത്ഥന അറിയാമല്ലോ. അതൊരിക്കൽ യഹോവയായ ദൈവത്തോട് പറയുകയാണ്, മതി ദൈവമേ മതി, എനിക്കിനി ജീവിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് തനിയെ ഐ കാൺട്ട് ഫൈറ്റ് അലോൺ, തന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല. സറണ്ടർ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഏലിയാവ് വന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, ഏലിയാവ് വളരെ ശൂരവീരനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ആരുടെയും മുമ്പിൽ മുട്ടുക നടക്കാത്തവനാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും താൻ അതിജീവിക്കാൻ ദൈവം പ്രത്യേക അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദൈവദാസനാണ് ഏലിയാവ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തില് താൻ നിരാശപ്പെട്ടു പോയി, താൻ സറണ്ടർ ചെയ്തു. താൻ പറയുകയാണ്, എനിക്ക് എന്നെ ജീവിച്ചിരുന്നിട്ട് എനിക്ക് അർത്ഥമൊന്നുമില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, അവിടുന്ന് യഹോവയായ ദൈവം അവരോട് പറയുകയാണ്, ഏലിയാവെ നീ തനിയെ ഉള്ളെന്ന് ആരാധനയോട് പറഞ്ഞത് അതേ ബാലിന്റെ ആ ദേവതയെ സേവിക്കാത്തതായ അതേ ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ നമ്പറോട് കൊണ്ട് താല്പര്യപ്പെടുന്നില്ല, ഇന്നത്തെ കോൺടെക്സ്റ്റിൽ പറയുകയാണ്, ആയിരക്കണക്കിന് ആളുകള് നിന്നെ പോലെ തന്നെ ആ വിശുദ്ധിക്ക് വേർപാടിനും സത്യത്തിനും വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഒന്നും അവരുടെ പേരല്ല. ആ കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓർക്കുവാൻ ഞങ്ങൾ മാത്രമല്ല ഈ ബാറ്റിൽ ഫീൽഡിലുള്ളത്. അതെ ഈ ഫീൽഡിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നെങ്കിലും അതിന് പുറകിൽ നിന്നുകൊണ്ട് പ്രേയർവാരിയർസായിട്ട് ഈ ബാറ്റിൽ ഫീൽഡില് നിങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കാനായിട്ടുണ്ടല്ലോ എന്നുള്ളതിന്റെ ബലമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രവർത്തനങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു. ഇന്നലെയും ഞങ്ങളുടെ ലോകസഭയിൽ 22 ഹൈന്ദവ സിഖ് മാർഗത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ ഈസ്റ്റർ ഡേയില് അത് സ്നാനപ്പെടുവാതെ കൊണ്ട് ഇടയായി തീർന്നു. സഭകള് നമ്പറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ സമയത്തെ പോലെയുള്ളതായ ഓപ്പൺ എയറിലുള്ള വലിയ വലിയ മീറ്റിങ്ങുകളോ ക്രൂസറുകളോ ഒന്നും തന്നെ ഇപ്പോൾ നടത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളതായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പേഴ്സണൽ ഇവാഞ്ചലിസം ഇതുപോലുള്ളതായ മൂവ്മെന്റുകളൊക്കെ നടക്കുന്നതിന്റെ ഫലമായി ധാരാളം ആളുകൾ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ആദ്യ ഭാഗം ഒരു സാക്ഷ്യത്തോടുള്ള ബന്ധത്തില്
അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം ഒരു ചെറിയ ആലോചന നിങ്ങളുടെ ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തില് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ എല്ലാ വേദഭാഗങ്ങളും ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ടവരായതുകൊണ്ട് എല്ലാ വേദവാചകങ്ങളും ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കവിവാചകമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സഭ വലിയൊരു പീഡനത്തിൽ കൂടെ, 1-ാം നൂറ്റാണ്ടിലെ സഭ വലിയൊരു പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവദാസന്മാരായിരിക്കുന്ന പലരെയും പിടിച്ചു, അവരെ കൊല ചെയ്തു, അവരെ ക്രൂരമായി മർദ്ദിച്ചു, ജയിലുകളിലൊക്കെ അവരെ അടച്ചു. ആ കാലങ്ങളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നായ കർത്താവിന്റെ പത്രോസിനെ അവർ തടങ്കലിലാക്കി. 12-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ്, അതായത് യാക്കോബിനെ കൊന്നു, മറ്റുള്ളതായ അപ്പോസ്തലന്മാരെ പിടിച്ചു, അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ, ആ ലീഡറെ പിടിച്ചാല് മറ്റുള്ളവരെല്ലാം ശാന്തമായി കൊള്ളും, അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നിന്നു പോകും, സഭയുടെ പ്രവർത്തനങ്ങൾ നിന്നു പോകും എന്നുള്ളതായ മിഥ്യാധാരണയാല് അവർ പത്രോസിനെ പിടിച്ചു. വേദവചനം വായിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം, അവനെ ജയിലിലാക്കി. അപ്പോൾ ജനങ്ങളെല്ലാം നിരാശരായി. നമുക്കറിയാമല്ലോ, നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള്, നമ്മുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടായാൽ അവരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾക്ക് നാച്ചുറലായിട്ടുള്ളതായി നിരാശ ഉണ്ടാകും. അവർക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ സഭ ചെയ്ത ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്, അവര് ഒരുമിച്ചിരുന്ന് ആ പീഡനം അനുഭവിക്കുന്നതായ ദൈവദാസനെയും ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് അവർ നന്നായി പ്രാർത്ഥിച്ചു എന്ന് നമുക്കിവിടെ കാണുന്നു. തൽഫലമായിട്ട് ദൈവം അവിടെയുള്ളതായ പ്രവർത്തനങ്ങളുടെ വലിയ വഴികളെ തുറന്നു, വാതിലിനെ തുറന്നു കൊടുത്തു. ജയിലുകളുടെ അകത്ത് കിടന്നതായ പത്രോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതുപോലുള്ളതായ സംഭവമാണ് പുതിയ നിയമസഭയുള്ള ബന്ധത്തില് നമ്മൾ പഠിക്കുമ്പോൾ. പ്രോസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളില് അതേ അവർ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ സഭ പുറകിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവർത്തനം ദൈവം തക്ക സമയത്ത് ചെയ്യുകയും വിടുതലിനെ അയക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. എന്നാൽ എന്റെ ചിന്ത പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. അത് ദൈവജനം പീഡനം അനുഭവിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ 2-3 അതേ ബൈബിൾ ക്യാരക്ടേഴ്സിന്റെ കാര്യം ഇതിനുള്ള ബന്ധത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓർപ്പിക്കുവാൻ കൊണ്ട് താല്പര്യപ്പെടുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഭാഗങ്ങളൊന്നും വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അത് ഈ നെഹമ്യാവ് രാജധാനിയിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ ജീവിക്കുകയാണ്. ആ യഹൂദ ജനം അത് ചിതറി പാർക്കുന്നു, അവര് വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. അതും നെഹമ്യാവുമായിട്ട് ഒരു കണക്കിൽ പറഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഒരു അവർക്ക് ഇദ്ദേഹമായിട്ട് ഒരു ടച്ചുമില്ല. എന്നാൽ എല്ലാ സമയത്തും രാജധാനിയിൽ സകല സുഖത്തോടും സൗകര്യത്തോടും കൂടെ താമസിച്ചുകൊണ്ടിരുന്നതായ നെഹമ്യാവിന്റെ മനസ്സ് എപ്പോഴും കലങ്ങിക്കൊണ്ടിരുന്നു. അവൻ എപ്പോഴും ഒരു കാര്യം അറിയാം, എനിക്ക് തിന്നുവാനും കുടിക്കുവാനും പാർക്കുവാനും എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഒരു കംഫർട്ട് സോണിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും തന്റെ ഹൃദയത്തെ ഉരുക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സഹഭടന്മാരായിരിക്കുന്ന, എന്റെ സഹോദരന്മാരായിരിക്കുന്ന അതേ ദൈവജനത്തിന്റെ കഷ്ടതകള് അവരിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് കടന്നു വരികയും അവരുമായിട്ടുള്ള സംഭാഷണം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിച്ചു പോയ ശേഷിപ്പ് അവിടെ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. താൻ കേട്ടതിനെക്കാട്ടിലും വളരെ 100 ഇരട്ടി വലിപ്പമുള്ളതായ ഒരു കാര്യമാണ് തന്റെ ചെവിയിൽ കേൾക്കുന്നത്. ഇത്രയും ഒന്നും തന്നെ നെഹമ്യാവിന് പ്രതീക്ഷയില്ലായിരുന്നു. ജനങ്ങളൊക്കെ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു. അവിടെ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കൊണ്ട് കഴിയുന്നില്ല. മറ്റെല്ലാ വിവരങ്ങളൊക്കെ തനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്നുള്ളതായ ശരിയായിട്ടുള്ളതായ വാർത്ത വന്നപ്പോഴാണ് മനസ്സിലായത്, നെഹമ്യാവ് കേട്ടതുപോലെയല്ല സംഭവം, അതിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതലായിട്ടാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ സഹകാരികളായിരിക്കുന്ന
നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പ്രോസിക്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെയൊന്നും അല്ല, അതിനെക്കാട്ടിൽ അപ്പുറത്തായിട്ട്, അതിനെക്കാട്ടും ചിന്തിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള നിലയിൽ. കാരണം ഇന്ന് കാര്യങ്ങളും കാരണങ്ങളും ഒന്നുമില്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, നമുക്കുള്ളതായ എല്ലാ ഇതും ഉള്ളപ്പോൾ തന്നെ അതിനെ ഒന്നും ഹരിക്കാതെ നമ്മൾ മുന്നോട്ട് വേല ചെയ്യുമ്പോഴും നമ്മളെ പിടിച്ചുകൊണ്ട്, അതേ ദൈവദാസന്മാരെയും അത് വിശ്വാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പിടിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോവുകയും അവിടെ അവരെ അറസ്റ്റ് ചെയ്തിടുമ്പോൾ അവർക്ക് നോൺ ബെയിലബിൾ ആയിട്ടുള്ളതായ ആ ആർട്ടിക്കിൾ വെച്ചൊക്കെയാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വക്കീലിനെ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുവാനോ കഴിയാത്ത രീതിയിലുള്ളതായ ആ ധാരാകളാണ് അവരുടെ മേൽ ചുമത്തുന്നത്. അപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത്, നെഹമ്യാവിന്റെ സമയത്ത് ഏറെക്കുറെ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയും യഹൂദജാതിയുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ദൈവദാസനായിരിക്കുന്ന നെഹമ്യാവ് അവിടെ താഴെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ താഴ്ത്തി ഫലമേൽപ്പിച്ച് ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം താൻ അരയും കച്ചയും കെട്ടിക്കൊണ്ട് താൻ ഇറങ്ങിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സമയത്തും എനിക്കറിയാം നെഹമ്യാവുമാരെ പോലെ എന്തിനും ഇറങ്ങിത്തിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. എന്ത് നഷ്ടം വന്നാലും സമയം, ധനം, അവരുടേതായിട്ടുള്ളതായ സകല കാര്യങ്ങളും ആ ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും ചിലവഴിക്കുന്നതായ നെഹമ്യാമാര് ഇന്ന് ലോകത്തിൽ ധാരാളമുണ്ടെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. അത് നെഹമ്യാവ് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. തനിക്ക് വേണ്ടി താൻ സമർപ്പിക്കപ്പെട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ദൈവം നെഹമ്യാവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അവിടേക്ക് കടന്നു പോകുന്നു. പിന്നീടുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോയതായ നെഹമ്യാവിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും ആ ഇടിഞ്ഞു കിടന്ന മതിലുകളൊക്കെ പുതുക്കി പണിയുവാനും ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജാതിക്ക് പണ്ടത്തെ പോലുള്ളതായ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടുമിടയായി തീർന്നു. ആയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ നമുക്ക് നെഹമ്യാവുമാരായിട്ട് നമ്മുടെ ദേശത്തിന് വേണ്ടിയും ത്യാഗമനുഭവിക്കുന്നതായ ജനത്തിന് വേണ്ടിയും സമർപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത്, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയുവാന്, അത് ചിതറി പോയിരിക്കുന്നതായ ദൈവജനങ്ങൾ ഒരുമിച്ച് കൂടുവാനുള്ളതായ വഴികളെ കർത്താവ് തുറക്കും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. രണ്ടാമതായിട്ട് അത് ചിന്തിക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 127 സംസ്ഥാനങ്ങളിലായി ചിതറിപ്പാർക്കുന്നതായ അതേ യഹൂദ ജനത്തിന്റെ മേൽ ഉണ്ടായതായ വലിയ പീഡകള്, ഒരൊറ്റ വ്യക്തി, ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ മുഴുവൻ ജാതികളെയും ദൈവജനത്തെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം തന്നാലാവുന്ന പ്ലാനിങ്ങും പദ്ധതികളും താൻ എല്ലാം ഒരു കൂട്ടി എല്ലാം ചെയ്തു. നമുക്കറിയാമല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുന്നിൽ ചാടുന്ന ആളുകളല്ല യഥാർത്ഥത്തിൽ ഈ വടിയും കോലും അല്ലെങ്കിൽ തോക്കും ആയിട്ടൊക്കെ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തക്കവണ്ണം ചർച്ചകളിൽ കയറുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ അല്ല യഥാർത്ഥത്തിൽ ഈ ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവര്. ഇതിന്റെ പുറകിൽ പ്ലാൻ ചെയ്യുന്ന ചിലരുണ്ട്. ഞാൻ ഇന്ത്യയിലെ പ്രസന്റ് പൊളിറ്റിക്കൽ ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്. 1-2 വ്യക്തികളുടെ ആ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സമയച്ചുരുക്കത്താൽ ഞാൻ ഓടിപ്പോകട്ടെ, അവരുടെ ഉള്ള ഒരു പ്ലാനിങ്, അവര് വളരെ ഉയർന്ന നിലകളിൽ ജീവിക്കുന്നവരാണ്. ഹാമാനെ പോലെ അവർക്ക് എന്തും ചെയ്യുവാൻ കൊണ്ട് സ്വാതന്ത്ര്യമുള്ളതായ ഒരു സ്ഥലത്താണ്, ഒരു അധികാരത്തിലാണ് അവർ ഇരിക്കുന്നത്. ഇന്ന് അനേക ഹാമാന്മാരാണ് ഈ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രോസിക്യൂഷന്റെ പുറകിലുള്ളത്. അല്ലാതെ ഈ നമ്മൾ പറയപ്പെടുന്ന ഈ RSSകാരോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ഗ്രൂപ്പുകാരോ വടിയും കോലുമായിട്ട് ആദിവാസികളുടെ ഇടയിലും ചർച്ചകളിലൊക്കെ കയറുന്നായ അവരല്ല. പോലീസിനോട് പോലും അവർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്ന പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും പോയാൽ നിങ്ങൾ പുറകിൽ നിന്നോണം, അങ്ങോട്ട് ചെല്ലല്ല. കാരണം പുറകിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന ശക്തികളുടെ ഹാമാന്മാരുണ്ട്. ഇന്നത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞാൻ പേര് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. 2-3 ഹാമാന്മാരുടെ അവരുടെ പിൻബലത്തിലാണ് ഇന്ത്യയിൽ സഭയ്ക്കെതിരായിട്ടുള്ളതായ പ്രോസിക്യൂഷൻ വർദ്ധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ ശക്തമായ രീതിയിൽ പറയുവാൻ, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പോലെയുള്ളവര്, എസ്തേറിനെ പോലെയുള്ളവര്, അതുപോലെ തന്നെ മൊർദെഖായിയെ പോലെയുള്ളവര് ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാമാന്മാരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം എന്നേക്കുമായിട്ട് അത് നശിച്ചു പോകാൻ കൊണ്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നെഹമ്യാമാരായിട്ട്
അതെ മോർച്ചക്കായിമാരായിട്ട്, എസ്തേർമാരായിട്ട് നമുക്ക് ദൈവജനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ സമയങ്ങളെ ചിലവഴിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. പിന്നീട് നമുക്കറിയാം, ദാനിയേലിനെ പറ്റി നമുക്കറിയാം. യഹൂദജനം വളരെ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. യൗവനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പിടിച്ചു. ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ കൊണ്ട് മനസ്സിലാകുന്നത് കാരണമില്ലാതെ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ അവിടെ കാണുന്നത്. ദാനിയേൽ പ്രവചനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവർ വീട്ടിൽ ചെന്നു. അവരുടെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയും സ്തോത്രവും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദാനിയേൽ ചെയ്ത പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, തന്നോടൊപ്പമായിട്ട് മുട്ടുകുത്തുവാൻ അവിടെ ആരും തന്നെ ഇല്ല. തന്നോടൊപ്പമായി പ്രാർത്ഥിക്കുവാനുള്ളവരൊക്കെയും അതേ ജയിലില് അവർക്ക് എതിരായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചിരിക്കുകയാണ്. ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വലിയതായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദാനിയേൽ ചെയ്തത്, അവന്റെ റൂമിനകത്ത് കയറി മുട്ടുമടക്കി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവിന് സ്തോത്രം കാര്യങ്ങളൊക്കെ പറയുവാന് താല്പര്യമുണ്ടെങ്കിലും ഒരു വിഷയം എനിക്ക് ശക്തമായ രീതിയിൽ അവസാനമായി അവസാനിപ്പിക്കണം. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ ഞാൻ മുന്നോട്ട് മാറിയതിനു ശേഷമായിട്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ അല്പസമയം മാത്രം ഒരു 5 മിനിറ്റ് നമ്മൾ നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യോശുവയുടെ പുസ്തകം അതിന്റെ 7-ാമത്തെ അധ്യായം, ഞാൻ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്, വായിക്കുവാൻ തക്കവണ്ണം സമയങ്ങളില്ല. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ഇസ്രായേൽ ജനം ഒരു വലിയ കഷ്ടതയിലായിരിക്കുന്നു. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്നറിയാമോ? അത് യഹോവയായ ദൈവം മോശെ മുഖാന്തരമായിട്ട് മിസ്രൈമിൽ നിന്നും അതേ ദൈവജനത്തെ വിടുവിച്ചു. അവർ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ചെങ്കടൽ തുടങ്ങിയുള്ളതായ യോർദാൻ നദി വരെയുള്ളതായ 40 വർഷത്തെ തങ്ങളുടെ യാത്രയുടെ അതേ അവസാനത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എത്രയോ കഷ്ടതയിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. ഭക്ഷണമില്ലാതെ, അതേ പാർപ്പിടമില്ലാതെ, കൂടാരം മാറ്റി അടിച്ച് കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ അവർ കടന്നുപോയി. എന്നാൽ യോർദാനെ കടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം മോശയുടെ പിൻഗാമിയായിരിക്കുന്ന യോശുവയെ തെരഞ്ഞെടുത്തായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ വരുമ്പോൾ പിന്നെയും വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. എരിഹോ എന്ന് പറയുന്ന വലിയ മതില്, അവർക്ക് ആ കോട്ട അവർക്ക് വളരെ എതിരായിട്ട് നിന്നു. അതിനെ തകർത്ത് കളയുവാൻ തക്കൊണ്ടുള്ള ബലമോ ശക്തിയോ വെപ്പൺസോ അവരുടെ കയ്യിലില്ലാതെ അവർ ഭാരപ്പെട്ടു. സ്തോത്രം. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത് അത് ദൈവത്തിന്റെ പ്രത്യേക കരുതല് അവരോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ എന്ത് സംഭവിച്ചു? ആ എരിഹോ പട്ടണത്തെ കീഴ്പ്പെടുത്തുവാൻ കൊണ്ട് അവർ കഴിഞ്ഞു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് അവിടാണ് ഞാൻ ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങളുടെ നമ്മുടെ ഒരു ചിന്ത കൊണ്ടുവന്ന് ഞാൻ വചനം അവസാനിപ്പിക്കാൻ കൊണ്ട് പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഹായ് പട്ടണത്തിനോട് അവിടെ അടുത്ത് വന്നു. ഹായ് പട്ടണത്തിനോട് അടുത്ത് വന്നപ്പോൾ അവിടെ വലിയ പ്രതികൂലമായിരുന്ന എരിഹോ പട്ടണത്തെ കീഴ്പ്പെടുത്തുവാൻ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഹായ് പട്ടണത്തിലേക്ക് വന്നു. അതിനെ പിടിക്കുവാനുള്ളതായ ആ ഒരു സന്ദർഭം വന്നപ്പോൾ 7-ാമത്തെ അധ്യായത്തിന്റെ യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കരഞ്ഞുകൊണ്ട്, വളരെ ശ്രദ്ധിക്കണം, വളരെ കരഞ്ഞുകൊണ്ട് യോശുവ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ കർത്താവായ യഹോവേ, വളരെ ശ്രദ്ധിക്കണം, അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തെ യോർദാൻ ഇക്കരെ കൊണ്ടുവന്നത് എന്ത്? പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല. യോശുവയുടെ കരച്ചിൽ നോക്കണം. ഞങ്ങളെ നശിപ്പിക്കുവാൻ തക്കവണ്ണമാണോ? യോശുവയെ പോലെ ഉള്ളവർക്ക് അത് ഒരു പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ യോശുവയെ പോലെ ഉള്ളവർക്ക് അത് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങളെ നശിപ്പിക്കാനായിട്ടാണോ? കാരണം അത്ഭുതങ്ങളൊക്കെ ഒത്തിരി കണ്ടതാണ്. യോശുവയും തന്റെ തലമുറയിലുള്ളവർക്ക് അത്ഭുതങ്ങളും ഒത്തിരി കണ്ടതാണ്. എന്നാൽ ഇപ്പൊ പറയുകയാണ്, ഈ ചെറിയ പട്ടണത്തെ ജയിക്കുവാൻ കൊണ്ട് കഴിയാത്ത നിലയിൽ ഞങ്ങളൊരു നാശത്തിന്റെ ഒരു അറ്റത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉണ്ടായതായ പെർസിക്യൂഷൻ, നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഇന്നത്തെ കോണ്ടക്സ്റ്റിലുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ.
അത് പെർസിക്യൂഷൻ എന്ന് പറയാൻ തക്കൊണ്ട് കഴിയത്തില്ലെങ്കിലും ഇസ്രായേൽ ജനം അന്ന് അനുഭവിച്ചതായ ആ കഷ്ടതയുടെ പിന്നില് എതിരാളികൾ മറ്റാരുമല്ലായിരുന്നു, അവരുടെ ഇടയിൽ തന്നെ ഉള്ളതായ ഒരു അഖാനായിരുന്നു അതിനെതിരായിട്ടുണ്ടായിരുന്നത്. ആ അഖാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് അവിടെ തോൽവി അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. ദൈവമക്കളെ, ഒരു കാര്യം, നമ്മളെല്ലാവരും ദൈവമക്കളാണ്, നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്, നമ്മളെല്ലാവരും ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന നമ്മുടെ ആളുകളൊക്കെ ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷങ്ങള് വിശ്വാസികൾ ഒക്കെ ധാരാളമായിട്ട് ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം സ്പഷ്ടമായിട്ട് ഞാൻ പറയാത്ത കൊണ്ട് താല്പര്യപ്പെടുന്നു. ഇന്ന് സഭയ്ക്കുണ്ടാകുന്നതായ പെർസിക്യൂഷന്റെ ഒരു കാരണം സഭയ്ക്ക് അകത്തുള്ള ചില ആളുകളുടെ കാരണത്താൽ മാത്രമാണ്. വെദർ വി ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വെദർ വി അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഇസ് എ റിയൽ ട്രൂത്ത്. ഒരു സത്യമാണ് പറയുന്നത്. ആഖാന്മാര് പലരും ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അവരുടെ ഫലമായിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കും അതേ മുന്നോട്ട് കടന്നു പോകാത്ത കൊണ്ട് താല്പര്യപ്പെട്ടു പോകുന്നവർക്കും ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളതായ സന്ദർഭം വന്നപ്പോൾ തെറ്റുകാരനെ കണ്ടുപിടിക്കുവാത്ത കൊണ്ട് ഇവിടെയായി തീർന്നു. ഇന്ന് സഭയ്ക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദോഷമെന്ന് പറയുന്നത് തെറ്റ് ചെയ്തവനെ കണ്ടുപിടിക്കുവാൻ ആരും താല്പര്യപ്പെടുന്നില്ല. സഭാ നേതൃത്വം താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ താല്പര്യപ്പെടുന്നില്ല. അവരെ പുറമറ സൃഷ്ടിച്ചുകൊണ്ട് അവരെ അതൊരു ചാവറിട്ടുകൊണ്ട് അവരെ മറയ്ക്കുവാത്ത കൊണ്ടുമാണ് അവർ താല്പര്യപ്പെടുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കണം. ആരാണ് ദോഷികളുള്ളവരെ കണ്ടുപിടിക്കണം. അതേ പുറത്താക്കേണ്ടവരെ പുറത്താക്കണം. മറ്റ് അതേ രീതിയിലുള്ളതായ കറക്ഷൻ കൊണ്ടുവരേണ്ടത് നമ്മൾ കറക്ഷൻ കൊണ്ടുവരണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആണ് ഇസ്രായേൽ ജനത്തിന് ആ വലിയ പീഡയിൽ നിന്നും ഒരു വിടുതൽ ലഭിച്ചത്. എന്റെ വാക്കുകളെ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുവാൻ കൊണ്ട് താല്പര്യപ്പെടുന്നു. സഭയ്ക്കെതിരായിട്ട് വരുന്നായ സകല പ്രോസിക്യൂഷനും അതേപോലതായ സകല കുറ്റങ്ങളും നമുക്ക് ഹൈന്ദവരുടെ മേലോ RSSകാരുടെ മേലോ ബജറംഗദളുകാരുടെ മേലോ മാത്രം നമുക്ക് ഏൽപ്പിക്കുവാൻ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഈ സഭ ഇന്ന് അനുഭവിക്കുന്ന പ്രോസിക്യൂഷനെതിരായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കേണ്ട സമയമാണ്. തെറ്റുകളെ കണ്ടുപിടിക്കേണ്ട സമയമാണ്. നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തില് നമ്മൾ വായിക്കുന്നത് പോലെ എന്റെ പേര് വിളിക്കപ്പെടുന്ന, എന്റെ നാമം വിളിക്കപ്പെടുന്നതായ എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി 7:14 നമ്മൾ വായിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടക്കി വന്നാല് ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ദേശത്തിന്റെ മേൽ സൗഖ്യം നൽകി തരും. ഇന്ന് രാവിലെ സമയത്ത് ഈ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രോസിക്യൂഷൻ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിക്കുകയും അതിനനുസൃതമായി മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന് നമുക്ക് ദിവസങ്ങളിലായിട്ട് ഒരുമിച്ച് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. തുടർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രോസിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എനിക്ക് പ്രകാരം ഒരു സമയം നൽകി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂട്ടുള്ളതായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും ജയമസിക്കും.